കരിപ്പൂർ സ്വർണം പൊട്ടിക്കൽ കേസ് നിർണായക വഴിത്തിരിവിലേക്ക്. സ്വർണം കൊണ്ടുവന്നത് മലപ്പുറം AR നഗർ സ്വദേശി അമീറിനു വേണ്ടി. അമീറിന്റെ ഫോട്ടോ റിപ്പോർട്ടറിന് ലഭിച്ചു. ഇതാണ് ആ താരം. സ്വർണം കൊണ്ടുവന്ന സൽമാൻ സുഹൃത്തുക്കളോടൊപ്പം സ്വർണം പങ്കിട്ടതിന് പിന്നാലെ അമീർ ഭീഷണിപ്പെടുത്തി. അതിൽ ഒരു ഭാഗം വാങ്ങി. ട്രോളി ബാഗിന്റെ കമ്പികളിൽ സ്വർണ്ണ മിശ്രിതം പതിപ്പിച്ചാണ് സൽമാൻ ദുബായിൽ നിന്നും സ്വർണം കടത്തിയത്. ദുബായിൽ കടത്തിന് ഇടനിലക്കാരനായത് അനസ് എന്നയാളാണ്. സൽമാനോടൊപ്പം സ്വർണം പങ്കിട്ടെടുത്ത നിലമ്പൂർ സ്വദേശി ഷബി, സാലിഹ് എന്നിവരും ഒളിവിലാണ്. മുബഷീർ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണിക്കുന്നയാളാണ് AR നഗർ സ്വദേശിയായ അമീർ. ഈ അമീറിന് വേണ്ടിയാണ് സ്വർണം കടത്തിയത് എന്നുള്ള വിവരമാണ്. ദുബായിൽ ഇടനില നിന്നത് അനസാണ്. എങ്ങനെയായിരുന്നു ഇവരുടെ ഈ ഓപ്പറേഷൻ മുബഷീർ? മാസങ്ങൾ നീണ്ടുനിന്ന ആസൂത്രണത്തിനൊടുവിലാണ് ദുബായിൽ നിന്നും ആഭ്യന്തര വിപണിയിൽ ഏകദേശം 2 കോടി രൂപയ്ക്ക് മുകളിൽ മൂല്യം വരുന്ന സ്വർണം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. അരുൺകുമാർ, നമുക്കറിയാം ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ കേസിനാസ്പദമായ ആദ്യത്തെ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ദുബായിൽ നിന്നും ഈ സ്വർണം ആദ്യഘട്ടത്തിൽ മലപ്പുറം മുണ്ടുപറമ്പ് സ്വദേശിയായുള്ള 26 വയസ്സുള്ള മുഹമ്മദ് സൽമാൻ സാലിഹ് എന്ന് പറയുന്ന വ്യക്തിയെ സ്വർണ്ണമേൽപ്പിക്കുന്നു. ഈ സ്വർണം ദുബായ് വിമാനത്താവളത്തിൽ നിന്നും കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിച്ചേരുന്നതോടെ മറ്റൊരു വ്യക്തിയായിട്ടുള്ള സുബൈർ, ആ വിമാനത്തിൽ തന്നെ യാത്രയിലുണ്ടായിരുന്ന സുബൈറിനെ ഏൽപ്പിക്കണം എന്നുള്ളതായിരുന്നു അവിടെ മീഡിയേറ്ററായിട്ട് പ്രവർത്തിച്ച, അതായത് ദുബായിൽ മീഡിയേറ്ററായിട്ട് പ്രവർത്തിച്ച അനസ് പറഞ്ഞിരുന്നത്. പക്ഷേ സൽമാൻ ഇവരെയൊക്കെ തന്നെ കബളിപ്പിച്ചുകൊണ്ട് സുഹൃത്തുക്കളോടൊപ്പം പോയി ഇത് പങ്കിട്ടെടുത്തു എന്നുള്ളതായിരുന്നു പോലീസിന് മൊഴി നൽകിയിരുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു നിർണായക വഴിത്തിരിവിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഈ സ്വർണം കൊണ്ടുവന്നത്, അതായത് നേരത്തെ അർജുൻ ആയങ്കിയുടെ കൂട്ടാളികൾ പറഞ്ഞിരുന്നത് യഥാർത്ഥ ഉടമയ്ക്ക് കൈമാറാതെ ഈ സ്വർണം തങ്ങൾക്ക് നൽകുകയാണെങ്കിൽ 40 ലക്ഷം രൂപ നൽകാമെന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ സ്വർണം ലഭിക്കേണ്ട യഥാർത്ഥ ഉടമ അത് മലപ്പുറം AR നഗർ സ്വദേശിയായിട്ടുള്ള അമീർ എന്ന് പറയുന്ന വ്യക്തിയാണെന്ന നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം, ഈ സ്വർണം കൊണ്ടുവന്നിരുന്നത് ട്രോളി ബാഗുകളിലെ കമ്പികളിൽ സ്വർണ്ണ മിശ്രിതമാക്കി പതിപ്പിച്ചതിനു ശേഷമായിരുന്നു. ഈ പതിപ്പിച്ച സ്വർണം എറണാകുളത്ത് പോയി അവിടെ ഒരു റൂം എടുത്തതിനു ശേഷം ഈ ട്രോളി ബാഗ് കുത്തിപ്പൊട്ടിച്ചതിനു ശേഷമായിരുന്നു സൽമാനും 3 സുഹൃത്തുക്കളും പങ്കിട്ടെടുത്തിരുന്നത്. ഈ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ സൽമാന്റെ ബന്ധുക്കളെ, മാതാപിതാക്കളെ ഉൾപ്പെടെ വിളിച്ചതിനു ശേഷം ഈ അമീർ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. സ്വർണം കിട്ടിയിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമുണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു മധ്യസ്ഥൻ മുഖാന്തരം ഈ സ്വർണത്തിൽ നിന്നും ചെറിയ അളവ് അമീറിന് ലഭിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുമായിട്ട് അയാൾ മുങ്ങിയിട്ടുണ്ട്. അയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, സാധാരണ കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസുകളിൽ സംഭവിക്കാറുള്ളത് 1-2 പ്രതികളിൽ ഇത്തരം കേസുകൾ ചുരുങ്ങിപ്പോകാറാണ് പതിവ്. പക്ഷേ ആ സാഹചര്യം മാറിയിരിക്കുന്നു. ഇത്തവണ 16 പ്രതികളെ കരിപ്പൂർ പോലീസ് പിടികൂടിയിരിക്കുന്നു. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയായിട്ടുള്ള ചൈത്ര തെരേസ ജോൺ ഈ കേസിൽ നിർണായക ഇടപെടൽ നടത്തുന്നുണ്ട്, നിരീക്ഷണം നടത്തുന്നുണ്ട്. ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ പാകത്തിലുള്ള നീക്കങ്ങൾ തന്നെയാണ് കരിപ്പൂർ പോലീസിന്റെ SP-യുടെ മേൽത്തോട്ടത്തിൽ കരിപ്പൂർ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പറയാതെ വയ്യ. നേരത്തെ പോലീസിനെതിരെ ഉൾപ്പെടെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ആ ആരോപണങ്ങളൊക്കെ തന്നെ മറികടന്നുകൊണ്ടുള്ള ഒരു അന്വേഷണം തന്നെയാണ് പോലീസ് ഒരു ഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സൽമാനോടൊപ്പം സ്വർണം പങ്കിട്ടെടുത്ത മലപ്പുറം നിലമ്പൂർ സ്വദേശിയായിട്ടുള്ള ഷബിക്കും സാലിക്കും വേണ്ടിയുള്ള തെരച്ചിലും പോലീസ് ഊർജിതമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഈ അർജുൻ ആയങ്കിയുടെ സംഘത്തിന്റെ പദ്ധതി പൂർണ്ണമായിട്ടും പൊളിച്ചത് നിലമ്പൂർ സ്വദേശിയായുള്ള സാലിഹും ഷബിയുമാണെന്നുള്ളത് പോലീസ് മനസ്സിലാക്കുന്നുണ്ട്. അതായത് 40 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്ത അർജുൻ ആയങ്കിയുടെ സംഘത്തെ മറികടന്നുകൊണ്ട് അതിലും അപ്പുറം രൂപ തനിക്ക് ലഭിക്കും, ഈ സ്വർണം പങ്കിട്ടെടുത്താമെന്ന് സൽമാനെ വിശ്വസിപ്പിച്ചെടുത്ത നിലമ്പൂരുള്ള സംഘമായിരുന്നു. ഇതിൽ ഷബിയും സാലിഹും നിലവിൽ ഒളിവിലാണ്. പരപ്പരങ്ങാടി സ്വദേശിയായിട്ടുള്ള സാദിഖിനെ നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വൈകാതെ ഇവരെ പിടികൂടാൻ സാധിക്കുമെന്നുള്ളതാണ് പോലീസ് ഈ ഒരു ഘട്ടത്തിൽ പങ്കുവെക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഉറവിടത്തേക്ക് വൈകാതെ പോലീസ് എത്തിച്ചേരുമെന്നുള്ള ഒരു അനുമാനത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അരുൺകുമാർ, ഓക്കെ, താങ്ക് യു. മുബഷീറാണ് വിവരങ്ങൾ നൽകിയത്. ഇതാണ് സ്വർണം പൊട്ടിക്കലിൽ സംഭവിച്ചത്. ആദ്യം ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് മുബഷീറാണ്, മലപ്പുറത്ത് നിന്നും.